പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണിയുടെ കാര്യം വീട്ടിൽ പറയുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി ക്രിഷ് മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ്. പക്ഷേ അപ്പോഴാണ് അപ്രതീക്ഷിതമായ മറ്റൊരു തിരിച്ചടി ഉണ്ടാകുന്നത്. ക്രിഷിന്റെയും അതുപോലെ തന്നെ മാനസയുടെയും വിവാഹം ഉടൻ തന്നെ നടത്തണം എന്നുള്ള കാര്യവുമായി മുന്നിലേക്ക് ഇപ്പോൾ കടന്നു വന്നിരിക്കുകയാണ് ആന്റിയമ്മ. ആന്റിയമ്മയുടെ ചതി എങ്ങനെയാണ് നേരിടേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ ക്രിഷ്. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് ക്രിഷിന് മനസ്സിലാവുകയും ചെയ്യുന്നു. വിചാരിച്ചതുപോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇതെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ക്രിഷ് മുന്നിലേക്ക് പോകുന്നത്. ഇതിനിടയിലാണ് കൺമണി വീണ്ടും ഓഫീസിലേക്ക് തിരികെ വരുന്നത്. ഓഫീസിലെത്തിയ കൺമണിയെ മാനസ ചെന്ന് കാണുകയാണ്. നിന്നെ ഇവിടെ നിന്ന് പിരിച്ചുവിട്ടതല്ലേ, പിന്നെ എന്തിനാണ് നീ വീണ്ടും ഇവിടേക്ക് വന്നിരിക്കുന്നത്? മാനസ മേഡം പറഞ്ഞത് ശരിയാ, എന്നെ പിരിച്ചുവിട്ടു എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. പക്ഷേ എന്നെ തിരികെ വിളിച്ചത് ഇവിടുത്തെ MD ആയ ക്രിഷ് സാറാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. മാഡത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ക്രിഷ് സാറിനെ ചെന്ന് കണ്ട് ചോദിക്കാവുന്നതാണ്. ക്രിഷ് സാർ കാര്യങ്ങൾ മാഡത്തിന് കൃത്യമായി പറഞ്ഞു തരും. അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയാൽ മതിയല്ലോ. എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ട് എങ്കിൽ മാറ്റുകയും ചെയ്യാം. എന്തു പറയുന്നു മാഡം? ഇത് കേട്ടതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ മാനസ. പക്ഷേ മാനസ തിരിച്ചടിക്കുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ്. അല്ല കൺമണി, നിന്റെ വിവാഹം കഴിഞ്ഞോ? കഴുത്തിൽ ഇതെന്താ, താലിയോ? കൃഷ് നിന്നെ വരുൺ നിന്നെ താലി കെട്ടിയോ എന്നുള്ള ചോദ്യം മാനസ മനഃപൂർവ്വം ചോദിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ കാര്യം ഒരു നിമിഷത്തേക്ക് ഞെട്ടിച്ചു കളയുകയാണ് കൺമണിയെ. ഇതോടെ കൺമണി എന്താണ് പറയേണ്ടത് എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്നു. സത്യങ്ങൾ മാനസ അറിഞ്ഞോ? എന്താണ് സംഭവിക്കുന്നത് എന്ന് ആലോചിക്കുന്ന അവൾ ഇതേ തുടർന്ന് ഇത് ഇത് വരുൺ കിട്ടിയ താലിയൊന്നുമല്ല. വരുണുമായുള്ള വിവാഹത്തിന്റെ കാര്യങ്ങൾ എന്തായി കൺമണി? ഞാനും അതുപോലെ തന്നെ കൃഷും വീട്ടിലുള്ള എല്ലാവരും കൺമണിയുടെ വിവാഹത്തിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും ആ വിവാഹം ഉടൻ തന്നെ നടക്കുകയില്ലേ കൺമണി? ഈ കാര്യം കേട്ട് എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ് കൺമണി. മറ്റൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. എന്റെയും കൃഷിന്റെയും വിവാഹം ഉടൻ തന്നെ നടത്താം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് വീട്ടുകാർ. ഞാൻ വേണ്ട എന്ന് ഒരുപാട് തവണ പറഞ്ഞതാണ്. പക്ഷേ എല്ലാവർക്കും ഒരേ നിർബന്ധം. പിന്നെ ഞാനും വിചാരിച്ചു, എന്തിനാണ് വെറുതെ ഇങ്ങനെ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോകുന്നത് എന്ന്. എന്തായാലും ഒരു നാൾ ഞങ്ങളുടെ വിവാഹം കഴിയേണ്ടതല്ലേ. ഇനി അധികം വൈകാതെ തന്നെ ആ വിവാഹം നടക്കുക തന്നെ ചെയ്യും. കൺമണി എന്തായാലും ഞങ്ങളുടെ കൂടെ തന്നെ നിന്ന് ഈ വിവാഹം അതീവ ഗംഭീരമാക്കി തരണം കേട്ടോ. എനിക്കറിയാം നിന്നോട് ഈ കാര്യം പറയേണ്ടതില്ല. നീ ഈ കാര്യം എൻ്റെ കൂടെ നിന്ന് ചെയ്തു തരുമെന്ന്. കാരണം നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ എനിക്ക് ആ കാര്യത്തിൽ വിശ്വാസമുണ്ട്. എന്തായാലും ഞാൻ പോകുകയാ, ബാക്കി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇപ്പോൾ അവൾ. എന്നാൽ ഇതെല്ലാം കണ്ടതിനെ തുടർന്ന് കൺമണിക്കാകെ വിഷമമായിരിക്കുകയാണ്. ഒരിക്കലും വിചാരിക്കാത്തതാണല്ലോ സംഭവിക്കുന്നത് എന്ന് കൺമണി ആലോചിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിലാണ്
കൺമണിക്ക് തിരിച്ചടി നൽകുന്നതിനായി വരുണും കൂട്ടരും മുന്നിലേക്ക് കടന്നു വരുന്നത്. ഇതേസമയം വരുണിനെ ചെന്ന് കണ്ട് മാനസ കൂടെ നിൽക്കാം എന്നുള്ള വാഗ്ദാനം നൽകിയിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ മുന്നിലേക്ക് വളരെ എളുപ്പത്തിൽ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തതിനെ തുടർന്ന് പുതിയ നീക്കങ്ങൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. ഇതോടെ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ് കൃഷിന്റെ ജീവിതത്തിൽ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.